ഹായ് ഫ്രണ്ട്സ്. ഹലോ ഗായ്സ്. അപ്പോൾ ദാ അടുത്ത ഒരു മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് വൃശ്ചിക 1-ാം തീയതി രാവിലെ ഞങ്ങൾ ഒരു ചെറിയ ക്ഷേത്ര ദർശനമൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് നാളെ കഴിക്കാൻ പോയിട്ട് ഡൽഹി പോവാ. മാമിക്കുട്ടിയുടെ സ്കൂൾ എത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളത് ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീവരാഹം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഞാൻ അമ്പലത്തിൽ തൊഴുതിട്ടാണ് പാപ്പം കഴിക്കാൻ പോകുന്നത് എന്നാണ് കേട്ടോ കക്ഷിയാ പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം പോയി തൊഴുതിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷെ വരാഹമൂർത്തി ദേവി ലക്ഷ്മിയെ മടിയിലിരുത്തിയ രൂപം അതീവ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം കേരളത്തിൽ അത്യന്തം അപൂർവമാണ്. പിന്നെ നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പഴമ കഥകളുണ്ട് കേട്ടോ. ഇവയൊന്നും ചരിത്രരേഖകളിൽ വളരെ വ്യക്തമായിട്ട് ഇല്ലെങ്കിലും തലമുറകളിലൂടെ പാരമ്പര്യമായിട്ട് പറഞ്ഞു പോകുന്ന വിശ്വാസങ്ങളാണ് ഇതൊക്കെയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് കേട്ടോ ഭൂമിദേവിയെ വരാഹമൂർത്തി രക്ഷിച്ച ഒരു കഥ എന്ന് പറയുന്നത്. അതായത് ഹിരണ്യാക്ഷൻ ഭൂമിയെ സമുദ്രത്തിൽ മുങ്ങിപ്പിച്ചു. അതായത് നമ്മുടെ ഭൂമിദേവിയെ സമുദ്രത്തിൽ മുങ്ങിപ്പിച്ചു. ഈ സമയത്ത് വിഷ്ണുവിന്റെ വരാഹരൂപം ഭൂമിദേവിയെ ഉയർത്തി രക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പ്രാദേശിക വിശ്വാസപ്രകാരം ഈ വരാഹൻ ഭൂമിദേവിയെ കരയിൽ വെച്ച സ്ഥലം തന്നെയാണ് ഇന്നത്തെ ഈ ശ്രീവരാഹം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വരാഹൻ സ്പർശിച്ച വിശുദ്ധ പുണ്യഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം, വരാഹ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കുളം രൂപപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കഥയുണ്ട്. അതായത് ഈ മുതിർന്നവർ പറയുന്ന മറ്റൊരു വിശ്വാസം അനുസരിച്ച് ഒരു കാലത്ത് ഈ പ്രദേശം ഭയങ്കര വെള്ളപ്പൊക്കം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ ഭയങ്കര ദുരിതത്തിലായിരുന്നു. അങ്ങനെ ഗ്രാമവാസികൾ വരാഹമൂർത്തിയോട് പ്രാർത്ഥിച്ചു. തുടർന്ന് ഒരു വലിയ കുളം സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു എന്നാണ് വിശ്വാസം. അതിനുശേഷം ഈ പ്രദേശത്തെ രോഗങ്ങളും ചൂടും ഒക്കെ കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കുളത്തിലെ ജലം മനസ്സിനും ശരീരത്തിനും ശുദ്ധീകരണം നൽകും എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ആകെ 3 വരാഹമൂർത്തി ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് നമ്മുടെ ഈ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. പിന്നെ ഈ കുളത്തിൽ നിറച്ച് മീനുകളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ വെള്ളത്തിന്റെയും മീനിന്റെയും കളർ ഏകദേശം സെയിം ആയതുകൊണ്ട് വ്യക്തമാണോന്നില്ല. പക്ഷെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ഭക്തരൊക്കെ ഈ ഒരു കുളത്തിലേക്കും വരാറുണ്ട് കേട്ടോ. അവരൊക്കെ തന്നെ ഈ മീനുകൾക്ക് ഭക്ഷണവും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഈ മീനുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് പൊരിയാണ് കേട്ടോ. നമ്മുടെ ഈ കുളത്തിനോട് ചേർന്നുള്ള ആ ഒരു കൗണ്ടറിൽ നമുക്ക് ആ പൊരി വാങ്ങിക്കാനും കിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. മാമിക്കുട്ടി എന്തായാലും ഇവിടുന്ന് ഒരു പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ മീനുകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾക്കും ഇതൊരു പുതിയ അനുഭവമാണ്. മീനുകൾക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കയറിയപ്പോഴത്തേക്കും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ആന്റി മാമിക്കുട്ടി അടുത്തേക്ക് വിളിച്ചു കേട്ടോ. വിളിച്ചപ്പോൾ തന്നെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ആന്റിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ മാമിയോട് കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല മോളാണ്, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ബ്ലസ് ചെയ്ത് വിട്ടു. അപ്പോൾ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലെ ഇന്നത്തെ നമ്മളുടെ ദർശനം ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. എനിക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താനും അതുപോലെ തന്നെ ഇവിടുത്തെ ദൈവികവും സമാധാനപരവും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നേരിട്ട് അനുഭവിച്ച് അറിയാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിനിയും 2 ക്ഷേത്രങ്ങളിൽ കൂടെ പോകാനുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഈ 2 ക്ഷേത്രങ്ങളിലെയും വിശേഷങ്ങളും കൂടെ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തണം എന്നെനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് സമയപരിമിതിയും അതുപോലെ തന്നെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലൊക്കെ സെക്യൂരിറ്റി റീസൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കുന്നതിന് കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളും കൂടെ ആയതുകൊണ്ട് കുറച്ച് തിരക്കും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ എന്തായാലും ഈ 2 ക്ഷേത്രങ്ങളിലെയും കൂടെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാവിയിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ സാധിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പൊ മറ്റൊരു വ്ലോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ ബൈ.